ഇന്ന് ഉത്രാടത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു. കാരണം ഇന്നലെ കിടന്നപ്പോൾ തന്നെ 12:30 എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 12:30 കിടന്നിട്ട്. എണീച്ചപ്പോഴും താമസിച്ചു. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് രാവിലത്തെ എല്ലാ ആഹാരവും എല്ലാം റെഡിയാക്കി. ഉച്ചക്കലത്തെ ഇന്നത്തെ സ്പെഷ്യൽ നങ്ക് പറ്റിച്ചതാണ്. അതും രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി. പിന്നെ രാവിലത്തെ ആഹാരം എല്ലാവർക്കും കൊടുത്തു. അണ്ണനും ആദ്യമേ വന്ന് കഴിച്ച് ഇഡ്ഡലിയും ചമ്മന്തിയും മുളക് ചമ്മന്തിയായിരുന്നു രാവിലത്തെ ആഹാരം. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നീലം വന്ന് പറഞ്ഞത് വല്യപ്പനുള്ള ഓണക്കോടി ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന്. അങ്ങനെ അവൻ്റെ കയ്യിൽ വല്യപ്പനുള്ള ഓണക്കോടി കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് നല്ല വെള്ളച്ചോറും മീൻ പറ്റിച്ചതും മെഴുക്ക് വരട്ടിയും പച്ച സാമ്പാറും. അപ്പോൾ അണ്ണൻ പറഞ്ഞടി കുറച്ച് ചിപ്സും കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ വേണുചേട്ടനും അണ്ണനും ചിപ്സും കൂടെ ഇട്ട് കൊടുത്ത് അവർ നന്നായിട്ട് ആഹാരം കഴിച്ചു. പിന്നെയാണ് ഞങ്ങൾ 4 പേരും ഇരുന്നത്. മക്കൾ നേരത്തെ ആഹാരം കഴിച്ചായിരുന്നു. ഞങ്ങൾ 4 പേര് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമയമെടുത്താണ് ആഹാരം കഴിക്കുന്നത്. പിന്നെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണമാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അറിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. മിക്കവാറും ഇവിടുന്ന് തിരിച്ചു പോകുമ്പം ഞങ്ങളുടെ വെയിറ്റ് നല്ലോണം കൂടും കേട്ടോ. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും ഒന്ന് വിശ്രമിച്ചു. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാവരും പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ടിരുന്നേ. നാളത്തേക്കുള്ള സാമ്പാറിനും അവിയലിനും തോരനും എല്ലാം അരിഞ്ഞ് പ്രത്യേകം ഓരോ പാത്രത്തിലാക്കി അത് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ആകുമ്പോൾ രാവിലെ വലിയ ജോലിയില്ല നമുക്ക്. തേങ്ങയൊക്കെ നേരത്തെ നമ്മൾ തിരുമ്മിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അകമെല്ലാം തൂത്ത് വൃത്തിയാക്കിയ സമയത്ത് രേഖാക്കയാണെങ്കിൽ മുറ്റം നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചു വന്നെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അത്തപ്പൂ ഇടണമെന്ന് പറഞ്ഞ് കാത്തു. ആ ഭാഗം മാത്രം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി. പിന്നെ അത്തപ്പൂവിനുള്ള പൂ വന്നു, അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അമ്മയും അപ്പച്ചി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴാണ് കാത്തു പറഞ്ഞത് നമുക്ക് അത്തപ്പൂ ഇടാമെന്ന്. പിന്നെ അവരും കൂടെ അവിടെ കൂടെ വന്നെല്ലാം സഹായിച്ചു. നേരം അപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് അത്തപ്പൂവൊക്കെ ഇട്ടത്. നീലം വരെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ വേണം എല്ലാം ആഹാരമൊക്കെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം എവിടം വരെയായി? അപ്പം ഇന്നത്തെ ഉത്രാടത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ തിരുവോണമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബായ്.